ഒന്ന് വേഗം വായന്റെ എലിക്കുട്ടി. വൈദ്യന്റെ അടുത്ത് എന്നിട്ട് വേണം ഒരു കലക്കാൻ. മനുഷ്യ ശരീരം ഇങ്ങനെ ഇളക്കല്ലേ, ഒന്ന് പതിയെ പോ. ഒന്ന് പോടി, എനിക്ക് ഓടാം ചാടാം എല്ലാം ചെയ്യാം. വൈദ്യരേ. ആ ജോണിയോ, നമസ്കാരം. ഇപ്പോ എങ്ങനെയുണ്ട്? എല്ലാം ഉണ്ട് വൈദ്യരെ. പഴയ ഉണർവും ഉന്മേഷവും ചൊടിയും ചുണയും എല്ലാം അല്ലേ എലിക്കുട്ടി? അതെ, അസുഖമാരിപ്പോ ഒരു പ്രത്യേക സന്തോഷം വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനിരുന്ന പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല, എന്ത് കണ്ടാലും ആക്രാന്ത. എന്താ ജോണി അങ്ങനെ? കുറെ നാൾ ഒന്നിനും മേലാതിരിക്കുകയല്ലായിരുന്നോ? അസുഖം മാറിയപ്പം വല്ലാത്തൊരാവേശം എല്ലാത്തിനോടും. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോ ഒരു അസുഖമില്ല. പക്ഷേ ഒരു തുള്ളി മദ്യം മതി പഴയ അവസ്ഥയിലേക്ക് എത്താൻ. പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ കുടിക്കില്ല. അതിന് മാത്രം ഞാൻ അനുഭവിച്ചതാ. ഹോസ്പിറ്റലിൽ നിന്ന് വരെ ഉപേക്ഷിച്ച എനിക്ക് പുതിയൊരു ജീവിതം തന്നത് വൈദ്യരാണ്. എതിരായിട്ടൊന്നും ഞാൻ ചെയ്യില്ല, സത്യം. നല്ലത്. പറഞ്ഞ പ്രകാരമുള്ള ഭക്ഷണശീലവും ദിനചര്യകളും ഒക്കെ തെറ്റിക്കാതിരുന്നാൽ ആരോഗ്യവാനായിട്ട് കഴിയാം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പോയിക്കോളൂ. ആ പിന്നെ ഇനി വരുമ്പോ ഒരു സന്തോഷ വർത്തമാനമായിട്ട് വേണം വരാൻ കേട്ടോ. ഇനി എത്ര നാളാന്ന് വെച്ചാ പെങ്ങടെ മോളെ കളിപ്പിച്ചോണ്ടിരിക്കുക. ഇനി കളിയും ചിരിയൊക്കെ ഞാനും എലിക്കുട്ടിയും കൂടെ തമ്മിലാ. ഞാൻ പൊളിച്ചടുക്കും. ചെറിയൊരു എന്തായത്? കുറച്ചേ ഉള്ളൂ. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അങ്ങിത് സ്വീകരിക്കണം, ഉപേക്ഷ പറയരുത്. ഇവിടത്തെ ചികിത്സക്ക് പണത്തിന്റെ പകിട്ട് ഒട്ടും ചേരില്ല. അതെടുത്തോളൂ എന്ന് പറഞ്ഞ സങ്കടാവും. പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ അറിവായത്. അത് പണത്തിന് വേണ്ടി ആകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഇതാ എന്റെ മരുന്നിന് വേണ്ടി ചെലവായ തുക മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അത് മതി. ഈ അച്ഛൻ എന്തെങ്കിലും ഉറപ്പടാ? എന്താ? ജോണി കൈ കൊണ്ട് കൊടുത്ത പൈസ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു. ഓ അതാണോ? അതെ. അച്ഛൻ അങ്ങനെ അതൊന്നും മേടിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തിനു വേണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ പുണ്യാളം ചമയുന്നേ? സുകുമാരൻ ഇതിற்கு പണത്തിനോട് ആർത്തിയില്ലെന്ന് കാണിക്കണോ? അതും ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? ദേ അച്ഛൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, മനസ്സിലായോ? താടി മീശ വെച്ചു അച്ഛനെ കുറ്റം പറയാൻ നടക്കുന്നു. ചേട്ടാ പോലെ ഒരു കാര്യം പറയട്ടെ. അത് പിന്നെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും. ഈ വീട്ടുകാരെ നോക്കുന്നത് ഞാനും ചേട്ടൻ കൂടിയാ. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ കാശൊന്നും കിട്ടിയാ വലിയ ഉപകാരമായിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? വൈദ്യരെ ഇളയമായന ഓമിയോ ഓമിയോ. എന്നാ പിന്നെ ഇയാള് പോയേ. ഞങ്ങക്ക് പോയിട്ടേ അല്പം പണിയുണ്ട്. മനുഷ്യന് മെനക്കെടുത്താൽ പോയി കാശ് വേണം പോലും. വൈദ്യരെ നാണം കെടുത്താനേ വേണ്ടായിരുന്നു. സുപ്രഭാതം. നേരം വെളുത്തൊന്നും അറിഞ്ഞില്ലാവോ? ആ കാൽസറായിക്കൊന്ന് കയറ്റിയിട്ട് ഇത് എവിടെയാ നിൽക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇന്ദുകലാ മെഡിസിറ്റിയുടെ മുന്നിലാ. എന്റെ മോളുടെ പേരാ. അല്ല നിന്റെ തൊപ്പി മെടിയൊക്കെ എന്തിയെ? ഇവിടെ ഉണ്ട് സാർ. ആ ഇവിടെ ഇരിക്കണോ? സാറേ വയ്യഞ്ഞിട്ടാ. വയ്യെങ്കിലേ എന്നെ ബുദ്ധിമുട്ടിക്കാനായി ഈ പണിക്ക് വരരുത്. ഇനി വിശ്രമിക്കണമെങ്കിലേ അകത്ത് AC റൂമുണ്ട്, ICU. നിന്റെ കൈയും കാലും നെല്ലി ഒടിച്ചിട്ടേ ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി കിടത്താം. കഞ്ഞിയൊക്കെ കോരി തരാനേ അവിടെ മാലാക കുഞ്ഞുങ്ങളുണ്ട്. എന്താ അങ്ങോട്ട് പോണോ? വേണ്ട സാർ, ഞാൻ അവിടെ നിന്നോളാം. നിക്കണം, ഇരിക്കാനേ പാടില്ല. ആ അല്ലെങ്കിൽ വേണ്ട, ഈ കസേര ഞാനിങ്ങ് എടുത്തേക്കാം. വെയിൽ കൊണ്ട് കസേര നിറം മുഴുവനും പോയി. ശരിട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേട്ടോ വലിയേട്ടോ. എന്താടി? മുതലാളുടെ മോളാണ്. മോൻ പോയേ? ഓ ഞാൻ പോയിക്കോളാടി, നീ പോയിക്കോ. പോയിക്കോട്ടോ.
കയറട്ടെ, സമയമായി. ശരി.